ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെള്ളേരി തേങ്ങ അരച്ച കറിയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടി ഞാൻ ഒരു വെള്ളേരിൻ്റെ പകുതിയാണ് എടുത്തത് കേട്ടോ. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഇട്ട് ഒരു പച്ചമുളക് കീറി കഷ്ണമാക്കിയിട്ട് അതും ഞാൻ അടുപ്പത്ത് വെച്ച് തിളക്കുന്ന ഇതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ തിളച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് ഒരു നുള്ള് മുളകും പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും ഇട്ട് പിന്നെ ഉപ്പ് ഇടുക കേട്ടോ. ഞാൻ അടുപ്പത്ത് വെക്കുമ്പോൾ ഉപ്പിടുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് വെക്കൽ. അപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഏകദേശം ഒരു പകുതി വേവാകുമ്പോൾ ഒരു തക്കാളി ഞാൻ അതിലേക്ക് കഷ്ണം മുറിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ എന്താ പറയുക, അതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അരമുറി തേങ്ങ കേട്ടോ ഞാൻ എടുത്തത്. അതും ചെറിയ തേങ്ങയാണ്. അപ്പോൾ ഞാൻ ഒരു വെള്ളേരിൻ്റെ പകുതിയാണല്ലോ എടുത്തത്, അപ്പോൾ ചെറിയ തേങ്ങ മതി. അപ്പോൾ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചുവന്നുള്ളി, തേങ്ങ, വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ ഒരു ചുവന്നുള്ളിയും ഒരു വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് എന്താ പറയുക, വെള്ളം ഒഴിക്കണം. പിന്നെ ഒരു സ്പൂണ് ജീരകം, വലിയ ജീരകമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക, വലിയ ജീരകമാണ് കേട്ടോ എടുത്തത്. പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഈ തേങ്ങ അരപ്പിലേക്ക് ചേർക്കേണ്ടതാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു പച്ചമുളക് കേട്ടോ. ഇത് കൂട്ടിയാണ് ഞാൻ അരക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഞാൻ ആദ്യം കാണിച്ചിരുന്നല്ലോ, അതും ഞാൻ അതിലേക്ക് ഇട്ടിരുന്നു കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും പിന്നെ ഒരു 2 സ്പൂണ് പുളിവെള്ളം ഒഴിച്ചിട്ടോ. അപ്പം നല്ലോണം അരച്ചെടുക്കണം. നല്ലോണം മഷി പോലെ അരക്കണം കേട്ടോ. ഇങ്ങനെ അരച്ചതിന് ശേഷം ഞാനിതാ വെള്ളേരി അടുപ്പത്ത് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതാ എത്ര ഉള്ളൂ, ഒരു 4 കഴിക്കാനുള്ള വെള്ളേരി കറിയാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ അരപ്പൊന്ന് പാരട്ടെ. പിന്നെ അത് വറവിടണം. അപ്പോൾ വീഡിയോ എന്തായാലും കണ്ടവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ വെള്ളേരിൻ്റെ കറിയിൽ ഈ അരപ്പ് പാർന്നിട്ടുണ്ട്. ഇനി ഇത് വറവിടണം. അപ്പോൾ ഞാൻ ഒന്ന് തിളപ്പിക്കട്ടെ കേട്ടോ. തേങ്ങ അരച്ച് പാർന്നതല്ലേ, അപ്പോൾ ഒന്ന് വന്നിട്ട് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ജാറിലുള്ള തേങ്ങൻ്റെ ബാക്കിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ചുഴറ്റിയിട്ട് അതിലേക്ക് ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ചതിന് ശേഷം ഇറക്കി വെക്കുക. ഞങ്ങളിത് കുക്കിംഗ് വീഡിയോ എല്ലാ വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങളെന്തായാലും കാണണം. അപ്പം ഞാൻ എന്താ പറയുക, ഇനി ഞാനിത് വറവിടാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണ ഒഴിച്ചു, അതിലേക്ക് ഞാൻ കടുക് ഇട്ടു കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല എൻ്റെ കയ്യിൽ കഴിഞ്ഞു കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, കടുക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ച് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കൽ, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.